എനിക്ക് പറയാനുള്ളത് മലയാളികളുടെ സ്വന്തം മെസ്സിയെ പറ്റിയാണ്. അതെ, നമ്മുടെ മെസ്സിയും പെലെയും മറഡോണയും നെയ്മറുമെല്ലാമായ അയണി വെളുപ്പിൽ മണി വിജയനെക്കുറിച്ച്, വിജയനെക്കുറിച്ച്. മെസ്സി അർജന്റീനയിലെ റൊസാരിയോ തെരുവുകളിൽ പന്ത് തട്ടി വളർന്നെങ്കിൽ നമ്മുടെ തൃശ്ശൂരിൽ പന്ത് തട്ടിയാണ് വിജയൻ വളർന്നത്. പട്ടിണിയും പരിവട്ടവും മാത്രമുണ്ടായിരുന്ന വീട്ടിൽ നിന്നായിരുന്നു വിജയൻ്റെ വരവ്. മകനെ വളർത്താൻ കഷ്ടപ്പെട്ട് കൂലിപ്പണി എടുക്കുന്ന ഒരമ്മ, അമ്മയോട് നിറഞ്ഞ സ്നേഹം മാത്രമുള്ള മകൻ. അമ്മയെ സഹായിക്കാൻ തൃശ്ശൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ മത്സരങ്ങൾ നടക്കുമ്പോൾ ഗാലറിയിൽ സോഡ വിറ്റിട്ടുണ്ട് വിജയൻ. പഠനത്തേക്കാൾ പന്ത് കളിയിലാണ് പയ്യൻ്റെ കമ്പമെന്നറിഞ്ഞപ്പോൾ ആ വഴിയിലേക്ക് വിട്ട CMS സ്കൂളിലെ അധ്യാപകരും സ്പോർട്സ് കൗൺസിലിൻ്റെ ഒരു ക്യാമ്പിൽ വെച്ച് തൻ്റെ കയ്യിൽ കിട്ടിയ പയ്യനിൽ അത്ഭുതങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് കണ്ടെത്തിയ പരിശീലകൻ TK ചാത്തുണ്ണിയുമാണ് വിജയൻ്റെ മുന്നിൽ ഫുട്ബോളിൻ്റെ മാന്ത്രിക വാതിൽ തുറന്നത്. മെസ്സിയെ മെസ്സിയാക്കി മാറ്റിയത് സ്പെയിനിലെ ബാഴ്സലോണ ക്ലബ്ബാണ്. വിജയനെ വിജയനാക്കിയത് കേരള പോലീസും. ചാത്തുണ്ണി സാറിൻ്റെ കൈപിടിച്ച് അന്നത്തെ DGP ജോസഫ് സാറിന് അരികിലേക്ക് വിജയൻ എത്തുമ്പോൾ പ്രായം 17 വയസ്സ്. പോലീസിലെടുക്കണമെങ്കിൽ 18 ആകണം. കയ്യിൽ കിട്ടിയ തങ്കത്തെ വിട്ടുകളയാൻ ജോസഫ് സാറിനൊരു മടി. പയ്യനെ പോലീസ് ടീമിനൊപ്പം താമസിപ്പിക്കാൻ അനുമതി. പ്രായപൂർത്തിയാകുമ്പോൾ യൂണിഫോം കൊടുക്കാമെന്ന് വാക്ക്. അങ്ങനെ വോട്ടവകാശം കിട്ടും മുമ്പേ തന്നെ പോലീസുകാരനായി മാറി വിജയൻ. പിന്നീടുള്ളതെല്ലാം ചരിത്രമാണ്. ലോകത്തിനു മുമ്പിൽ ഇന്ത്യക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന പേരായി വിജയൻ മാറി. കേരളത്തിലും കൊൽക്കത്തയിലും പഞ്ചാബിലും എന്നുവേണ്ട കളിച്ചിടത്തെല്ലാം വിജയൻ ആരാധകരെ സൃഷ്ടിച്ചു. ബംഗാളുകാർ ആ മാന്ത്രിക വേഗം കണ്ട് കാലോഹിരൻ എന്നാണ് വിളിച്ചത്. വിജയന് പിന്നാലെ ബെയ്ജിംഗ് ബൂട്ടിയെയും സുനിൽ ഛത്രിയും ഒക്കെ വന്നെങ്കിലും ഇന്ത്യൻ ഫുട്ബോളിൽ ഇന്നും വിജയന് തുല്യം വിജയൻ മാത്രം. കുപ്പത്തൊട്ടിയിലെ മാണിക്യം എന്നൊരു ചൊല്ലുണ്ട് മലയാളത്തിൽ. ഒരു കാലത്ത് തൃശ്ശൂർ നഗരത്തിന്റെ എല്ലാ വേസ്റ്റുകളും നിക്ഷേപിച്ചിരുന്നത് ലാലൂരിലാണ്. ആ ലാലൂർ ഇനി അറിയപ്പെടാൻ പോകുന്നത് സാക്ഷാൽ വിജയൻ എന്ന മാണിക്യത്തിന്റെ പേരിലുള്ള സ്റ്റേഡിയമുള്ള ഇടം എന്നാണ്. ലാലൂരിൽ വിജയന്റെ പേരിട്ട സ്റ്റേഡിയത്തിന് ഉദ്ഘാടനം അടുത്തിടെയാണ് നടന്നത്. ലാലൂരിലെ സ്റ്റേഡിയം നമ്മുടെ വിജയന്റെ വിജയമാണ്, ഫുട്ബോളിന്റെ വിജയമാണ്, കായിക പ്രേമികളായ നമ്മുടെ ഓരോരുത്തരുടെയും വിജയമാണ്. വിജയൻ തുടരട്ടെ. വീണ്ടും കാണാം. ബൈ.